ഗുഡ് മോർണിംഗ്. ലഞ്ച് ബോക്സിലേക്ക് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോയാ ചങ്ക്സ് ഇല്ലേ, അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. തലേദിവസം തന്നെ രാത്രിയിൽ കുതിർത്ത് വെച്ചിരുന്നിട്ട് രാവിലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. മുഴുവനായിട്ടല്ല എടുത്തത്, ഒരെണ്ണത്തിനെ ഒരു 4 പീസൊക്കെ ആക്കി മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ടൈമെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വയ്ക്കണം. തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ലാസ്റ്റാണ് അതിൻ്റെ ആവശ്യം. അതുകൊണ്ട് ആദ്യമേ അതങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ അത് പതിയെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ഫ്രൈ ആയി വന്നോളും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി കറിവേപ്പില, ഒരു പിടി മല്ലിയില, ഒരു 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ തൈര് എല്ലാം കൂടെ ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. ഒരു കുക്കർ ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യാനുസരണം വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ബീൻസും സവോളയുമാണ്. പൊട്ടറ്റോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ എടുത്തിട്ടില്ല. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ സോയ ചങ്ക്സിനകത്തിലും ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്കും വെജിറ്റബിൾസിലേക്കും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മല്ലിയില, കറിവേപ്പില, പച്ചമുളക് ആ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ അരി വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി എടുക്കുന്ന അളവിനനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതും കൂടെ നമ്മുടെ വെള്ളം തിളച്ച് വന്നതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു 2 വിസിൽ ഫുള്ള് എയർ പോകുന്നത് വരെ നമുക്ക് വെച്ചിരിക്കേണ്ട. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് എയർ കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ കുക്കറിൽ, പിന്നെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ അനുസരിച്ചിട്ട് എങ്ങനെയാണ് വേവ് നോക്കി അങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ദാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, കറക്റ്റ് പാകമായിരുന്നു. ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അത് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അടിവശത്തും ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ആ സോയ ചങ്ക്സ് എല്ലാ വശത്തേക്കും വരുന്നത് പോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അടിപൊളിയാണ്. ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് തലേദിവസം ഈ സോയ ചങ്ക്സ് മാത്രം ഒന്ന് കുതിർത്ത് ഒന്ന് മസാല പുരട്ടി വെക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തിയുമാണ്. ഇവിടെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.